Good afternoon. രണ്ട് മൂന്ന് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. ഓക്കെ, നമ്മളിപ്പോ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഏതായിരുന്നു? ഡയാലിസിസ്. ഡയാലിസിസ് സർവീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ നമ്മളൊന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലെ? എന്താ ഡയാലിസിസ് എന്ന് പറഞ്ഞ? ഡയാലിസിസ് എന്താ? കിഡ്നിക്ക് നോർമൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തില് നമ്മൾ അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേസ്റ്റ് ഒരു പ്രോസസ്സിലൂടെ പുറത്ത് കളയുന്നതിനെയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലഡിൽ നിന്ന് ഉള്ള വേസ്റ്റുകള്, ബോഡി ഫ്ലൂയിഡ്സ്, എക്സസ് വാട്ടർ, ഇതൊക്കെ റിമൂവ് ചെയ്യുന്നത് ഒരു പ്രോസസ്സിലൂടെയാണ്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇനി ഡയാലിസിസ് നമുക്ക് വീടുകളിൽ ചെയ്യാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡയാലിസിസ് സെന്ററിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഡോക്ടറാണ് തീരുമാനിക്കുന്നത് ഏത് തരത്തിലുള്ള ഡയാലിസിസ് ചെയ്യണം, അതിന്റെ ബെസ്റ്റ് പ്ലേസ് ഏതാണ് എന്നൊക്കെ അവരുടെ മെഡിക്കൽ കണ്ടീഷൻസ് വെച്ചിട്ട്, അവരുടെ ആരോഗ്യ സ്ഥിതി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ആണ് ഏത് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡോക്ടർ ഡിസൈഡ് ചെയ്യുന്നത്. ചാപ്റ്റർ 24 ആണ് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ലെങ്ത് വ്യത്യാസപ്പെടും എന്ന് പറഞ്ഞു. നമ്മുടെ ബോഡിയുടെ സൈസ് അനുസരിച്ച്, പിന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വേസ്റ്റ്, കൂടുതൽ വേസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഡയാലിസിസിന്റെ എണ്ണം കൂട്ടേണ്ടി വരും. ഇപ്പൊ നമ്മുടെ ദിവസത്തില് 3-4 പ്രാവശ്യം വരെ ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വേസ്റ്റിനൊക്കെ അനുസരിച്ച്, നമ്മുടെ ബോഡി സൈസ് അനുസരിച്ച്, നമ്മുടെ പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്, നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി, ഇതൊക്കെ അനുസരിച്ച് ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ലെങ്ത് കൂടും. ഓക്കെ, അപ്പൊ അതൊക്കെ ഡോക്ടറാണ് തീരുമാനിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇനി നോക്കുന്നത് യൂസസ് ആണ്. ഇവിടെ അല്ലേ ഇൻട്രൊഡക്ഷൻ ഫുള്ള് പറഞ്ഞതല്ലേ? യൂസസ് അല്ലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഓക്കെ, ഇനി ഡയാലിസിസ് നമുക്ക് ബെനിഫിഷ്യൽ ആവുന്ന 2 സിറ്റുവേഷനിലാണ്. ഡയാലിസിസ് ഈസ് ബെനിഫിഷ്യൽ ഫോർ 2 ഡിഫറെന്റ് സിറ്റുവേഷൻ. 2 സിറ്റുവേഷൻസിലാണ് ഡയാലിസിസ് പ്രയോജനപ്രദമാകുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയാലിസിസ് മേ ബി യൂസ്ഡ് ഫോർ പേഷ്യന്റ് who have recently lost kidney function. അപ്പോ ഡയാലിസിസ് എന്താണ്? റീസെന്റ് ആയിട്ട്, ഈ അടുത്തിടെ കിഡ്നിയുടെ പ്രവർത്തനം നഷ്ടപ്പെടുന്നവർക്ക് ഡയാലിസിസ് ഒരു പ്രയോജനപ്രദമാണ്. The patient who have recently lost kidney function. ഈ അടുത്തിടെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ കിഡ്നിയുടെ പ്രവർത്തനം നഷ്ടപ്പെടുന്നവർക്ക് ഡയാലിസിസ് ബെനിഫിഷ്യൽ ആണ്. അങ്ങനെയാണ് നമ്മുടെ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. ഇവിടെ ചോദിക്കും AKI, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അല്ലെങ്കിൽ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്താ? The patient who have sudden lost kidney function. ഈ അടുത്തിടെ എന്തെങ്കിലും പാമ്പ് കടിയേക്കുക, വിഷമൊള്ളിച്ചില്ല, അങ്ങനെയുള്ള എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ പെട്ടെന്ന് കിഡ്നിയുടെ പ്രവർത്തനം നഷ്ടപ്പെടുന്നതിനെയാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. Okay, next, used for patient who have permanently lost kidney function. പെർമനന്റ് ആയിട്ട്, സ്ഥിരമായിട്ട് കിഡ്നിയുടെ ഫങ്ഷൻ നഷ്ടപ്പെടുന്നവർക്കും ഈ ഡയാലിസിസ് പ്രയോജനപ്രദമാണ്. അപ്പൊ അടുത്തിടെ വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാവുന്നവർക്ക് ഈ ഡയാലിസിസ് പ്രയോജനപ്രദമാണ്. അതുപോലെ തന്നെ നമ്മൾ പെർമനന്റ് ആയിട്ട് കിഡ്നിയുടെ ഫങ്ഷൻസ് നഷ്ടപ്പെടുന്നവർക്കും ഡയാലിസിസ് ബെനിഫിഷ്യൽ ആണ്. ഇപ്പൊ പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫങ്ഷൻ, അതിനെയാണ് ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. എന്താ ക്രോണിക് അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ? The patient who have permanently lost kidney function. പെർമനന്റ് ആയിട്ട്, സ്ഥിരമായിട്ട് കിഡ്നിയുടെ പ്രവർത്തനം നഷ്ടപ്പെടുന്ന പേഷ്യൻസിനും ഡയാലിസിസ് പ്രയോജനപ്രദമാണ്. ഇനി താഴെ നമ്മൾ അതൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് AKI, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത്? അപ്പൊ AKI എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്? റീസെന്റ് ആയിട്ട്, ഈ അടുത്തിടെ എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ പെട്ടെന്ന് ഉണ്ടാകുന്നതാണ് കിഡ്നിയുടെ പ്രവർത്തനം എന്തെങ്കിലും നഷ്ടപ്പെടുന്നവർക്ക്. ഓക്കെ, സഡൻ ലോസ് ഓഫ്
സഡൻ എപ്പിസോഡ് ഓഫ് കിഡ്നി ഫെയിലിയർ ഓർ കിഡ്നി ഡാമേജ്. പെട്ടെന്ന് കിഡ്നിക്ക് എന്തെങ്കിലും ഫെയിലിയർ വരിക, എന്തെങ്കിലും കുറെ നാളെത്തി ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്നതോ ഒന്നും അല്ല. ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കിഡ്നിക്ക് പ്രവർത്തനം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ, ഈ കിഡ്നി ഡാമേജ് ആകുന്ന ഒരു അവസ്ഥയാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത്. This happen within a few hours or day. ഇത് സംഭവിക്കുന്നത് few hours, അടുത്ത മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഡേയ്സ് ആണ്. ഈ ഇപ്പൊ 3-4 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് ഒക്കെ അങ്ങനെ കിഡ്നിയുടെ ഡാമേജ് വരികയാണെങ്കിൽ അതിനെയാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത്. AKI is normally treated in a hospital setting with the intravenous fluids. Intravenous fluids ഉള്ള ഹോസ്പിറ്റൽ സെറ്റിംഗ്സിലാണ് ഈ AKI നോർമലി ട്രീറ്റ് ചെയ്യുന്നത്. എന്താ ഇൻട്രാവീനസ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഗിവൺ ത്രൂ ദ വെയിനിൽ കൂടെ കൊടുക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിവേഴ്സിബിൾ ആണ്. അതായത് പെട്ടെന്ന് കിഡ്നിക്ക് എന്തെങ്കിലും ഡാമേജ് വരുന്നു, അപ്പൊ 2-3 ദിവസം, ഒരാഴ്ച ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താ ആ സമയം ഡയാലിസിസ് ചെയ്യാം. 2-3 ആഴ്ച അല്ലെങ്കിൽ നമ്മൾ 2-3 ദിവസം ഡയാലിസിസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർക്കുടെ ഫങ്ഷൻ കിഡ്നിക്ക് പിന്നെ ഫങ്ഷൻ ചെയ്യാൻ പറ്റും. താൽക്കാലികമായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ 2-3 ദിവസം ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കുടെ കിഡ്നി ബെറ്റർ ആകും. ബെറ്റർ ആയി കഴിയുമ്പോൾ നമുക്ക് ഡയാലിസിസ് നിർത്താം. ആ ഡിഫറൻസ് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ കിഡ്നി ബെറ്റർ ആയി കഴിയുമ്പോഴത്തേക്കും ഡയാലിസിസ് നിർത്താം. അതിനെയാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത്. ഇൻ ക്രിട്ടിക്കൽ കേസസ് ഡയാലിസിസ് മേ ഓൾസോ ബി നെസസറി ഫോർ ഷോർട്ട് ടൈം till the kidneys gets better. അപ്പൊ ക്രിട്ടിക്കൽ കേസ് ആണെങ്കിലോ നമുക്ക് എങ്ങനെ കൊടുക്കാം? അപ്പൊ നമ്മൾ നോർമൽ ആണെങ്കിൽ AKI നോർമലി ആണെങ്കിൽ നമുക്ക് ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സ് ഞരമ്പിലൂടെ തന്നെ നമുക്ക് അത് ഡയാലിസിസ് കൊടുക്കാം. ഈ ക്രിട്ടിക്കൽ കേസ് ആണെങ്കിലോ നമുക്ക് കിഡ്നി ബെറ്റർ ആകുന്നത് വരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡയാലിസിസ് ചെയ്യേണ്ടി വരും. ഷോർട്ട് ടൈം till the kidneys get better. കിഡ്നി ബെറ്റർ ആകുന്ന വരെയും ഡയാലിസിസ് ചെയ്യണം. ഇത്രേ ഉള്ളൂ. AKI എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു കിഡ്നി ഫെയിലിയർ ആണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയാലിസിസ് നമുക്ക് ചെയ്യണം. ഡയാലിസിസ് ഇപ്പൊ 1-2 ദിവസം ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി ബെറ്റർ ആവും. ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഡയാലിസിസ് അപ്പൊ സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ നമ്മുടെ കിഡ്നി തന്നെ ആ പ്രവർത്തനം കിഡ്നിയുടെ ഫങ്ഷൻ ചെയ്തോളും. ഇതാണ്, ഇത് റിവേഴ്സിബിൾ ആണ്. റിവേഴ്സ് ചെയ്ത് എടുക്കാൻ പറ്റും. കുറച്ച് ദിവസം ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയുടെ പഴയ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഡയാലിസിസ് നിർത്താനും പറ്റും. ഇനി രണ്ടാമത്തെ പറഞ്ഞത് കിഡ്നി ഫെയിലിയർ, അതായത് ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ എന്നാ പറയുന്നത്. അത് നോക്കിയേ. ആസ് പെർ നാഷണൽ കിഡ്നി ഫൗണ്ടേഷൻ, എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ ഹാപ്പൻസ് when the kidneys are functioning at only 10-15% of their normal function. അപ്പൊ കിഡ്നിയുടെ നോർമൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 100% കിഡ്നി ഫംഗ്ഷൻ പ്രവർത്തിക്കണമല്ലോ. അപ്പൊ അതിന് വെച്ച് നോക്കുമ്പോൾ 10-15% മാത്രമേ കിഡ്നി പ്രവർത്തിക്കുള്ളൂ. ഓക്കെ, 10-15% മാത്രമേ ഫങ്ഷൻ ചെയ്യുള്ളൂ. അപ്പൊ അത്രയും ഇതുകൊണ്ട് നോർമൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ ഒരു ഇതിനാണ്. അപ്പൊ നോർമൽ കിഡ്നി ഫങ്ഷൻ ചെയ്യുന്നതിന് വെച്ച് നോക്കുമ്പോൾ കിഡ്നി അതിന്റെ 10-15% മാത്രമേ അതിന്റെ ഫങ്ഷൻ ചെയ്യുള്ളൂ. അതിനെയാണ് നമ്മൾ ക്രോണിക് അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത്. At this stage, the kidney will not be able to keep alive without extra help. അപ്പൊ ആ ഒരു സ്റ്റേജിലാവുമ്പോഴോ ക്രോണിക് കിഡ്നി ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയില് കിഡ്നിക്ക് എക്സ്ട്രാ ഹെൽപ്പ് ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് എന്ത് വേണം? കിഡ്നിക്ക് ഒരു എക്സ്ട്രാ ഹെൽപ്പ് വേണം. വിത്തൗട്ട് എക്സ്ട്രാ ഹെൽപ്പ് ഇല്ലാതെ അവിടെ നിൽക്കാൻ പറ്റില്ല ആ ഒരു സ്റ്റേജില്. This is also known as end stage kidney disease or ESKD. അതിന്റെ രണ്ടിന്റെയും എക്സ്പാൻഡഡ് ഫോം നോക്കണം കേട്ടോ. എക്സ്പാൻഡ് AKI എന്ന് ചോദിക്കാം, എക്സ്പാൻഡ് ESKD, end stage kidney disease. With the kidney failure, dialysis is only able to do some of the work of the healthy kidney, but it is no cure for kidney disease. ഇപ്പൊ നോക്കിയേ, കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ളവർക്ക് ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിയുടെ ചില ഫങ്ഷൻസ് ചെയ്യും എന്നല്ലാതെ അത് കിഡ്നി രോഗങ്ങൾക്കുള്ള ഒരു മരുന്നല്ല. കിഡ്നി രോഗങ്ങൾ മാറ്റുന്ന ഒരു ക്യൂർ മാറ്റുന്ന ഒരു മരുന്നല്ല എന്നാണ് പറയുന്നത്. അപ്പൊ
കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ളവർക്ക് കിഡ്നിയുടെ ഫങ്ഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഒരു പ്രോസസ്സിലൂടെ കിഡ്നിയുടെ ഫങ്ഷൻ ചെയ്യുന്നു, കിഡ്നിയുടെ വർക്ക് ചെയ്യുന്നു എന്നല്ലാതെ അത് കിഡ്നി രോഗങ്ങൾക്കുള്ള ഒരു മരുന്നല്ല. With the ESKD, the patient will require dialysis for the rest of your life until he or she is able to get kidney transplant. നോക്കിയേ, വിത്ത് ESKD എന്താ, പേഷ്യന്റിന് ഡയാലിസിസ് ആവശ്യമായിട്ട് വരും. എത്ര വരെ ചെയ്യണം? എൻഡ് ഓഫ് യുവർ ലൈഫ്, അവരുടെ ജീവിതാവസാനം വരെ ഡയാലിസിസ് ചെയ്യേണ്ടി വരും. എന്നുവെച്ചാൽ കിഡ്നി അത്രയും ഫങ്ഷനല്ല ചെയ്യുള്ളൂ. ഇനി എത്ര ട്രീറ്റ്മെന്റ് എടുത്താലും നമ്മുടെ പഴയ കിഡ്നീനെ കൊണ്ടുവരാൻ പറ്റില്ല. അത് ഇറിവേഴ്സിബിൾ ആണ്, തിരിച്ച് ആ ഒരു സ്റ്റേജിലേക്ക് വരില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇനി എന്താണ് ആ പേഷ്യന്റിന് മുന്നിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത അവസാനം വരെയും ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം, തുടർന്നുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ എന്താ ഒരു ഓപ്ഷൻ പറയുന്നത്? ഹി ഓർ ഷീ ഈസ് ഏബിൾ ടു ഗെറ്റ് എ കിഡ്നി ട്രാൻസ്പ്ലാന്റ്. അല്ലെങ്കിൽ അവർക്ക് മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, പിന്നെ ഡയാലിസിസ് ചെയ്യണ്ട. അപ്പൊ ഈ ഒരു 2 സൊല്യൂഷനാണ് എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ളവർക്ക് മുന്നിൽ നിൽക്കുന്നത്. ഒന്നില്ലെങ്കിൽ അവരുടെ ജീവിതാവസാനം വരെ അവർ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അവര് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് വരെ ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയോ? നോക്കി ആ 2 ഡിഫറൻസ് ചോദിക്കൂ കേട്ടോ. ഡിഫറൻസ് മനസ്സിലാക്കി വെക്കാം. AKI എന്താണ്, അല്ലെങ്കിൽ നമുക്ക് ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. അക്യൂട്ട് കിഡ്നി ഇഞ്ചറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2-3 ദിവസമൊക്കെ ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയാലിസിസ് നമുക്ക് നിർത്താം. പിന്നെ എന്താ, നമ്മുടെ കിഡ്നി ബെറ്റർ ആയി കിഡ്നി തന്നെ ഫങ്ഷൻ ചെയ്തുകൊള്ളും. ഇതെന്ന് പറഞ്ഞാൽ ക്രോണിക് ആകുമ്പോഴത്തേക്ക് എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ ആണ്. അപ്പൊ കിഡ്നിയുടെ നോർമൽ ഫങ്ഷൻ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ 10-15% മാത്രമേ കിഡ്നി ഫങ്ഷൻ ചെയ്യുള്ളൂ. അപ്പൊ കിഡ്നിക്ക് ഒരു എക്സ്ട്രാ ഹെൽപ്പ് ഇല്ലാതെ അവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥ വരും. അപ്പൊ ഡയാലിസിസ് ചെയ്യേണ്ട വരും. അത് ഒരിക്കലും എന്താ പറയാ, അത് ഇറിവേഴ്സിബിൾ ആണ്, തിരിച്ച് നമ്മുടെ കിഡ്നിയുടെ ഒരു ഇതിലേക്ക് എത്തിക്കാൻ പറ്റില്ല നമുക്ക്. അപ്പൊ പിന്നെ അവർക്ക് മുന്നിലുള്ള ഒരു വഴി എന്താ, അവരെ ഒന്നില്ലെങ്കിൽ കണ്ടിന്യൂസ് ജീവിതാവസാനം വരെ അവർ ആ ഡയാലിസിസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് വരെ ഡയാലിസിസ് ചെയ്യണം. ക്ലിയർ ആണോ? നോക്കി, ക്ലിയർ ആണെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തിടാം കേട്ടോ. ഓക്കെ ആണോ? ഡിഫറൻസ് മനസ്സിലാക്കാം. ഒരെണ്ണം ഫസ്റ്റത്തെ നമ്മൾ എന്താ പറഞ്ഞ, ഫസ്റ്റത്തെ നമുക്ക് റിവേഴ്സിബിൾ ആണ്, റിവേഴ്സ് ചെയ്ത് കിഡ്നീനെ തിരിച്ച് ബെറ്റർ ആകുമ്പോ നമുക്ക് ഡയാലിസിസ് നിർത്താം. ഇവിടെ എന്ന് പറഞ്ഞാൽ എൻഡ് സ്റ്റേജ് ആണ്, പിന്നെ ഒന്നും ചെയ്യാനില്ല, അവര് ജീവിതാവസാനം വരെ ഡയാലിസിസ് ചെയ്യണം, അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് വരെ ഡയാലിസിസ് ചെയ്യണം. ഇനി നെക്സ്റ്റ് നമ്മൾ ഹൗ ഇറ്റ് വർക്ക്, കിഡ്നിയുടെ ഫങ്ഷൻസ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഡയാലിസിസ് ഡിസ്ചാർജ് സം ഓഫ് ദ ഡ്യൂട്ടീസ് ദാറ്റ് കിഡ്നി നോർമലി ഡസ് ടു കീപ് യുവർ ബോഡി ഇൻ ബാലൻസ്ഡ് സച്ച് ആസ്, നമ്മുടെ ബോഡീനെ ബാലൻസ് സന്തുലിതാവസ്ഥയിൽ നിർത്താൻ വേണ്ടി കിഡ്നി നോർമലി ചെയ്യുന്ന കുറച്ച് ഫങ്ഷൻസ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അത് ഫസ്റ്റത്തെ 3 കിഡ്നിയുടെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് ഫങ്ഷൻ എന്താ നോക്കി, properly functioning kidney prevent extra water, waste and other impurities from piling up in the body. നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടുന്ന എക്സ്ട്രാ വാട്ടർ, വേസ്റ്റ്, മറ്റുള്ള ഇമ്പ്യൂരിറ്റീസ് അതിനെയൊക്കെ അടിഞ്ഞു കൂടാതെ എന്ത് ചെയ്യുന്നു, അത് പൈലപ്പ് ചെയ്യാതെ അത് പ്രിവെന്റ് ചെയ്യുന്നു, തടയുന്നു. വേസ്റ്റുകളൊന്നും ബോഡിയിൽ അടിഞ്ഞു കൂടാതെ തടയുന്നത് കിഡ്നിയാണ്. ഓക്കെ, കിഡ്നി പ്രിവെന്റ് ചെയ്യാന്ന് വെച്ചാൽ തടയുക. എക്സ്ട്രാ വാട്ടർ, വേസ്റ്റ് ആൻഡ് അതർ ഇമ്പ്യൂരിറ്റീസ് പൈലിംഗ് അപ്പ് ഇൻ ദ ബോഡി. ബോഡിയിൽ പൈലിംഗ് എന്ന് പറഞ്ഞാൽ അടിഞ്ഞു കൂടുക എന്നുള്ള മീനിങ്. ബോഡിയിൽ ഈ വേസ്റ്റുകള്, എക്സ്ട്രാ വാട്ടർ, വേസ്റ്റ്, മറ്റുള്ള ഇമ്പ്യൂരിറ്റീസ്, മാലിന്യങ്ങളൊക്കെ അടിഞ്ഞു കൂടുന്നത് തടയുന്നു. കൂടുന്നതിന് എതിരെ അത് തടയുക ചെയ്യുന്നത് കിഡ്നി. ഇനി സെക്കൻഡ് ഫംഗ്ഷൻ നോക്കിയേ, they also help to control blood pressure. blood pressure control ചെയ്യാൻ സഹായിക്കുന്നു. BP, blood pressure control ചെയ്യാൻ സഹായിക്കുന്നു.
പിന്നെ ആൻഡ് കൺട്രോൾ ദ ലെവൽ ഓഫ് കെമിക്കൽ ഇലമെന്റ്സ് ഇൻ ദ ബ്ലഡ്. ബ്ലഡിലുള്ള കെമിക്കൽ ഇലമെന്റുകൾ അതായത് സോഡിയം പൊട്ടാസ്യം പോലുള്ള കെമിക്കൽ ഇലമെന്റ്സിന്റെ ലെവല് കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നു. ഓക്കെ, സോഡിയം പൊട്ടാസ്യം പോലുള്ള കെമിക്കൽ ഇലമെന്റ്സ്, ബ്ലഡിലുള്ള കെമിക്കൽ ഇലമെന്റ്സിന്റെ ആ ലെവല് കൺട്രോൾ ചെയ്യുന്നതിനും ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും കിഡ്നി ഹെൽപ്പ് ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, കിഡ്നീസ് ഈവൻ ആക്ടിവേറ്റ് എ ഫോം ഓഫ് വൈറ്റമിൻ ഡി ദാറ്റ് എൻഹാൻസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. കാൽസ്യം അബ്സോർപ്ഷനെ ആഗിരണം ചെയ്യുക. കാൽസ്യം അബ്സോർപ്ഷനെ വർദ്ധിപ്പിക്കുന്ന വൈറ്റമിൻ ഡിയുടെ ഒരു രൂപത്തെ പോലും കിഡ്നി സജ്ജമാക്കുന്നു. കാൽസ്യം അബ്സോർപ്ഷനെ വർദ്ധിപ്പിക്കുന്ന വൈറ്റമിൻ ഡിയുടെ ഒരു രൂപത്തെ പോലും കിഡ്നി സജ്ജമാക്കുന്നു, ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു. ഓക്കെ, കിഡ്നീസ് ആർ ഈവൻ ആക്ടിവേറ്റ് ഫോം ഓഫ് വൈറ്റമിൻ ഡി ദാറ്റ് എൻഹാൻസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. The fourth point നോക്കിയേ, when the kidneys are unable to perform this function due to disease or injury, it is dialysis. Okay, അപ്പൊ ഈ കിഡ്നിക്ക് ഡിസീസ് വന്നിട്ടോ, എന്തെങ്കിലും രോഗങ്ങൾ വന്നോ, എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ സംഭവിച്ചിട്ടോ കിഡ്നിക്ക് ഈ ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുവാണെങ്കിൽ ആര് സഹായിക്കും നമ്മളെ? ഇറ്റ് ഈസ് ഡയാലിസിസ്. ഡയാലിസിസ് ഹെൽപ്പ് ചെയ്യും. ദാറ്റ് ക്യാൻ ഹെൽപ്പ് ദ ബോഡി റൺ ആസ് നോർമലി ആസ് പോസിബിൾ. സാധാരണ നിലയിൽ നമ്മുടെ ബോഡിയെ റൺ ചെയ്യിക്കാനായിട്ട് കിഡ്നി പ്രവർത്തിച്ചില്ലെങ്കിലും, കിഡ്നിയുടെ ഫങ്ഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ബോഡി നോർമലി റൺ ചെയ്യുന്നതിന് വേണ്ടി ഡയാലിസിസ് ഹെൽപ്പ് ചെയ്യും. ഇനി നോക്കിയേ, വിത്തൗട്ട് ഡയാലിസിസ്, ഇനി ഡയാലിസിസ് ഇല്ലെങ്കിലോ സോൾട്ട് ആൻഡ് അതർ വേസ്റ്റ് പ്രൊഡക്ട്സ് വിൽ പൈൽ അപ്പ് ഇൻ ദ ബ്ലഡ്, പോയിസൺ ദ ബോഡി ആൻഡ് ഡാമേജ് അതർ ഓർഗൻ. വിത്തൗട്ട് ഡയാലിസിസ്, ഇനി ഡയാലിസിസ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാം? സോൾട്ട്, മറ്റുള്ള വേസ്റ്റ് പ്രൊഡക്ട്സ് ഇതെല്ലാം ബ്ലഡിൽ ഇങ്ങനെ അടിഞ്ഞു കൂടുന്നു, എന്നിട്ട് നമ്മുടെ ബോഡിക്ക് പോയിസൺ ആകുന്നു, നമ്മുടെ മറ്റുള്ള ഓർഗൻസിന് ഡാമേജ് വരുന്നു. ഓക്കെ, without dialysis, salt and other waste products will pile up in the blood, poison the body and damage other organ. ഈ ഡയാലിസിസ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ബ്ലഡില് ഈ വേസ്റ്റുകളൊക്കെ വന്ന് അടിഞ്ഞു കൂടി ബോഡിക്ക് പോയിസൺ ഉണ്ടാവുന്നു, ഡാമേജ് ഉണ്ടാകുന്നു, ഓർഗൻസിന്, നമ്മുടെ ബോഡിയിലുള്ള ഓർഗൻസിന് ഡാമേജ് സംഭവിക്കുന്നു. അതാണ് കിഡ്നിയുടെ ഫങ്ഷൻസ്. ഇതിൽ 3 പോയിന്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത് കേട്ടോ. കിഡ്നി നമ്മുടെ ബോഡിയുടെ ബാലൻസ്, സന്തുലിതാവസ്ഥയിൽ നിർത്താൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് ഫങ്ഷൻസ്, 3 ഫങ്ഷനാണ് തന്നേക്കുന്നത്. ക്ലിയർ ആണോ നോക്കിയേ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, തേർഡ് പോയിന്റാ. ഓക്കെ, തേർഡ് പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചേ. തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞേക്കുന്നത്? കിഡ്നീസ് ആർ ഈവൻ ആക്ടിവേറ്റ് ഫോം ഓഫ് വൈറ്റമിൻ ഡി ദാറ്റ് എൻഹാൻസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. കാൽസ്യം അബ്സോർപ്ഷനെ വർദ്ധിപ്പിക്കുന്ന, കാൽസ്യം കൂടുതൽ അബ്സോർബ് ചെയ്യുന്ന, ആഗിരണം ചെയ്യുന്ന എന്നുള്ള മീനിങ് ആണ്. കാൽസ്യം അബ്സോർപ്ഷനെ വർദ്ധിപ്പിക്കുന്ന വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഡിയുടെ ഒരു രൂപത്തെ പോലും കിഡ്നി സജ്ജമാക്കുന്നു, ആക്ടിവേറ്റ് ആക്കുന്നു. ഓക്കെ, ഫോർത്ത് പോയിന്റിൽ എന്താ പറയാ? ഫോർത്ത് പോയിന്റിൽ നമ്മൾ ഈ എന്തെങ്കിലും ഡിസീസോ അല്ലെങ്കിൽ ഇഞ്ചുറി ഒക്കെ സംഭവിച്ചിട്ട് നമുക്ക് കിഡ്നിക്ക് അതിന്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ നോർമൽ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി ഈ ഡയാലിസിസ് ഹെൽപ്പ് ചെയ്യും. ഇനി ഡയാലിസിസ് ഇല്ലെങ്കിലോ ബ്ലഡില് എന്ത് ചെയ്യുന്നു? ഈ സോൾട്ട്, എക്സ്ട്രാ വാട്ടർ, വേസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ അടിഞ്ഞു കൂടി നമ്മുടെ ബോഡിക്ക് പോയിസൺ ഉണ്ടാക്കുന്നു, നമ്മുടെ അതുമൂലം നമ്മുടെ പല ഓർഗൻസിനും ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് ഇവിടെ വരുന്നത്.
അത് നിങ്ങൾക്ക് 3 ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് പഠിക്കാനുള്ളത്. അത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹീമോ ഡയാലിസിസ്. ഫസ്റ്റ് ഹീമോ ഡയാലിസിസ്, രണ്ടാമത്തെ പെരിറ്റോണിയൽ ഡയാലിസിസ്, മൂന്നാമത്തെ CRRT. ഡീറ്റെയിൽ അന്നേരം നോക്കാം. പിന്നെ അതിൽ 3 തരത്തിലുള്ള ഡയാലിസിസ് ഉണ്ട്. അതില് ഫസ്റ്റ് ആണ് ഹീമോ ഡയാലിസിസ്, HD എന്ന് പറയും. HDയുടെ ഫുൾ ഫോം എന്നാ? ഹീമോ ഡയാലിസിസ്. ഡയാലിസിസ് ചെയ്യുന്നവര് നിങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് അവരുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാനൊക്കെ പറഞ്ഞായിരുന്നു. ആരെങ്കിലും വിളിച്ചോ ചോദിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തോ? ചോദിച്ചായിരുന്നു അവരോട്? അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏത് ഡയാലിസിസ് ചെയ്യുന്നേ, എങ്ങനെയാണ് ചെയ്യുന്നേ എന്നുള്ളതൊക്കെ ചോദിച്ചോ ആരെങ്കിലും? മറന്നുപോയി അല്ലേ? ആണോ? ആരെങ്കിലും ചോദിച്ചോ? ഓക്കെ. അപ്പൊ നമുക്ക് 3 ടൈപ്പ് ഡയാലിസിസ് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് ആണ് ഹീമോ ഡയാലിസിസ്, HD എന്ന് പറയുന്നത്. ഫസ്റ്റ് നോക്കാം. ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഈസ് ഹീമോ ഡയാലിസിസ്. അണ്ടർലൈൻ ചെയ്തിട്ടോ. ഏറ്റവും കോമൺ, ഇപ്പൊ 3 ഡയാലിസിസ് നമ്മൾ പറഞ്ഞതില് അതിൽ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന ഡയാലിസിസ് ഹീമോ ഡയാലിസിസ് ആണ്. ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഈസ് ഡാഷ്. ചോദിക്കും, 3 ഓപ്ഷൻ തരും അവിടെ. ഹീമോ ഡയാലിസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസ്, CRRT എന്ന് തരും. ഒരെണ്ണത്തിൽ വേണമെങ്കിൽ നൺ ഓഫ് ദ എബോവോ അങ്ങനെ എവിടെയെങ്കിലും തരും. അല്ല, നൺ ഓഫ് ദ ഓൾ ഓഫ് ദ എബോവോ അങ്ങനെ, അല്ലെങ്കിൽ A B, അല്ലെങ്കിൽ നമുക്ക് 2 എണ്ണം തന്നിട്ട് Aയും Bയും തന്നിട്ട് ഓപ്ഷൻ A, ഓപ്ഷൻ B, ബോത്ത് A ആൻഡ് B, നൺ ഓഫ് ദ എബോവോ അങ്ങനെയൊക്കെ എന്തെങ്കിലും, അതൊക്കെ ഓപ്ഷൻസ് ഒക്കെ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാം. അപ്പൊ എന്തായാലും ഏറ്റവും കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ് എന്ന് പറയുന്നത് ഹീമോ ഡയാലിസിസ് ആണ്. ഹീമോ ഡയാലിസിസ് ഈസ് എ മെത്തേഡ് in which a dialysis machine and a special filter called an artificial kidney or a dialyzer is used. അപ്പോ ഈ ഹീമോ ഡയാലിസിസ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡാണ്. ഇൻ വിച്ച് ഡയാലിസിസ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഡയാലിസിസ് ചെയ്യുന്നത്. അതിൽ ഉപയോഗിക്കുന്ന മെഷീനാണ് ഡയാലിസിസ് മെഷീൻ. പിന്നെ അതുപോലെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ ഫിൽറ്റർ ഓർ കോൾഡ് ആൻ ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഓർ ഡയലൈസർ. ഡയാലിസിസ് മെഷീൻ ഉപയോഗിച്ചിട്ട് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. അവിടെ ഒരു മെഷീൻ വേണം. ഡയാലിസിസ് മെഷീനും ഡയലൈസറും ഉപയോഗിച്ചിട്ട് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് ഹീമോ ഡയാലിസിസ്. ദ ആർട്ടിഫിഷ്യൽ കിഡ്നി ഓർ ഹീമോ ഡയലൈസർ. ആർട്ടിഫിഷ്യൽ കിഡ്നി എന്താ? ഹീമോ ഡയലൈസർ എന്ത് ചെയ്യുന്നു? എലിമിനേറ്റ് വേസ്റ്റ് ആൻഡ് സ്കർപ്പിൾസ്. സ്കർപ്പിൾസ് എന്ന് പറഞ്ഞാൽ അധികമായിട്ട് വരുന്നത്, അധികമായിട്ടുള്ളത്, കൂടുതലുള്ളത്, എക്സസ് ആയിട്ടുള്ളത്. വേസ്റ്റ് ആൻഡ് സ്കർപ്പിൾസ് ഫ്ലൂയിഡ് ഫ്രം ദ ബ്ലഡ്. ബ്ലഡിലുള്ള വേസ്റ്റുകൾ, അധികമായിട്ടുള്ള ഫ്ലൂയിഡുകൾ, ഇതിനെയൊക്കെ ആർട്ടിഫിഷ്യൽ കിഡ്നി എലിമിനേറ്റ് ചെയ്യും. The filtered blood is then sent back to the body with the help of a dialysis machine. ഇപ്പൊ ഫിൽറ്റർ ചെയ്ത ബ്ലഡ് എന്ത് ചെയ്യുന്നു? സെൻഡ് ബാക്ക് ടു ദ ബോഡി. ബോഡിയിലേക്ക് എന്ത് ചെയ്യുന്നു? തിരിച്ചു കയറ്റുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയാലിസിസ് മെഷീൻ. ഡയാലിസിസ് മെഷീന്റെ സഹായത്തോടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? പേഷ്യന്റ് ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുക്കുന്നു, ഡയാലിസിസ് മെഷീനിലൂടെ ഡയാലിസർ ഉപയോഗിച്ചിട്ട് അത് പ്യൂരിഫൈ ചെയ്യുന്നു. ബ്ലഡ് പ്യൂരിഫൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? തിരിച്ച് ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തന്നെ ബ്ലഡ് കയറ്റുന്നു. ഓക്കെ. Then it's sent back to the body with the help of dialysis machine. ഇനി നോക്കിയേ, ബിഫോർ സ്റ്റാർട്ടിംഗ് ഹീമോഡയാലിസിസ് എ മൈനർ സർജറി ഈസ് റിക്വയർഡ് ടു മേക്ക് എ വാസ്കുലർ അസസ് സൈറ്റ് നോർമലി ഇൻ ദ പേഷ്യന്റ്. നോക്കിയേ, ബ്ലഡ് പുറത്തേക്ക് വന്നെങ്കിൽ എന്ത് വേണം? ഒരു ഓപ്പണിങ് വേണം അല്ലെ? നമ്മളാണെങ്കിലും നമ്മുടെ ബ്ലഡ് ബോഡിയിൽ നമ്മൾ പറഞ്ഞല്ലോ 5 ലിറ്ററോളം ബ്ലഡ് ഉണ്ടെന്ന് പറയാം. അത് അതിന്റെ ഉള്ളിലുണ്ട്. നമ്മുടെ എവിടെയെങ്കിലും ഒരു ചെറിയൊരു കൈ മുറിഞ്ഞാലൊക്കെയാണ് പുറത്തേക്ക് വരുള്ളൂ അല്ലെ? ബ്ലഡ് നമുക്ക് പുറത്തേക്ക് എടുക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ചെറിയൊരു ഓപ്പണിങ് വേണം. ആ ഒരു ഓപ്പണിങ്ങിനെയാണ് വാസ്കുലർ അസസ് സൈറ്റ് എന്ന് പറയുന്നത്.
ഇതൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ. വാസ്കുലർ അസസ് സൈറ്റ് ഓപ്പണിംഗ് ആണ്. ഓപ്പണിംഗ് ഇൻ വൺ ഓഫ് യുവർ ബ്ലഡ് വെസൽസ്. ഒരു ബ്ലഡ് വെസൽ ഓപ്പൺ ചെയ്യുന്ന അതിനെയാണ് ഓപ്പണിങ്ങിനെയാണ് നമ്മൾ വാസ്കുലർ അസസ് സൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഹീമോഡയാലിസിസ് ചെയ്യാൻ വേണ്ടി പേഷ്യന്റിന്റെ ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുക്കണ്ടേ? ആ ബ്ലഡ് എടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സർജറി, ഒരു ഓപ്പണിംഗ് ആണ്. ഈ ബ്ലഡ് വെസൽ ഓപ്പൺ ചെയ്യുന്നതിനെയാണ് അതാണ് വാസ്കുലർ അസസ് സൈറ്റ് എന്ന് പറയുന്നത്. നോർമലി ഇൻ ദ പേഷ്യന്റ്. ഇതെവിടെ ചെയ്യുന്നേ? എവിടെ നിന്ന് എടുക്കുന്ന? ഏത് ഭാഗത്തു നിന്നാ? ആമിൽ നിന്ന്, കയ്യിൽ നിന്നാണ്. പേഷ്യന്റിന്റെ കയ്യിൽ നിന്നാണ് ബ്ലഡ് വെസൽ എടുത്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് ബ്ലഡ് പുറത്തേക്ക് എടുക്കുന്നത്. This access site is an important to have an easy way to get blood from the body. ഈ access site എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് ഇതിന്റെ ബ്ലഡ് പുറത്തേക്ക് എടുക്കാൻ, നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് എടുക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാർഗമാണ് ഈ access site എന്ന് പറയുന്നത്. Through the dialyzer and back into the body. എന്ത് ചെയ്യുന്നു? തിരിച്ച് പ്യൂരിഫൈ ചെയ്തിട്ട് ബ്ലഡ് തിരിച്ച് ബോഡിയിലേക്ക് തന്നെ അയക്കുന്നു. The different types of access as for hemodialysis. ഇത് പലതരത്തിലുള്ള അസസ്സുകളാണ്, ഓപ്പണിംഗ് ആണ്. ഇനി നമുക്ക് മൂന്നെണ്ണം പഠിക്കാനുള്ളത്. ഇത് ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞ എന്താ? ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരു തരത്തിലുള്ള ഒരു ഡയാലിസിസ് ആണ്. മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള ഡയാലിസിസ് ആണ് ഹീമോഡയാലിസിസ്. ഇവിടെ എന്ത് ചെയ്യുന്നു? പേഷ്യന്റിന്റെ ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ട് ഡയാലിസിസ് മെഷീൻ ഡയാലിസറിന്റെ ഹെൽപ്പോട് കൂടി അത് ബ്ലഡ് പ്യൂരിഫൈ ചെയ്തിട്ട് തിരിച്ച് ആ ബ്ലഡ് പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തന്നെ കയറ്റുക ചെയ്യുന്നത്. അപ്പൊ ഇത് ചെയ്യുമ്പോ നമ്മുടെ ബ്ലഡ് എടുക്കണ്ടേ? പുറത്തേക്ക് എടുക്കാനായിട്ട് വേണ്ടി ഒരു മൈനർ സർജറി അവിടെ ചെയ്യണം. വാസ്കുലർ, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാസ്കുലർ അസസ് സൈറ്റ്. ഒരു ബ്ലഡ് വെസൽ ഓപ്പൺ ചെയ്യുന്ന ഒരു സർജറി ചെയ്യണം. അത് സാധാരണയായിട്ട് പേഷ്യന്റിന്റെ ആമിലാണ്, കൈകളിലാണ് ചെയ്യാറ്. അപ്പൊ അതിൽ കൂടെ അതെന്ന് പറഞ്ഞാൽ ബ്ലഡ് വാസ്കുലർ അസസ് സൈറ്റ് എന്ന് പറയുന്നത് ബ്ലഡ് പുറത്തേക്ക് എടുക്കാനുള്ള ഒരു മാർഗമാണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഡയാലിസിസ് മെഷീനിലെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്തിട്ടൊക്കെ തിരിച്ച് പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തന്നെ കയറ്റുക ചെയ്യുന്നത്. ഇനി നമ്മൾ അത് ഓപ്പൺ ചെയ്യുന്ന 3 ഓപ്പണിംഗ് ആണ് ഇനി പഠിക്കാനുള്ളത്. ഓക്കെ, ഹീമോഡയാലിസിസ് ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇനി നമുക്കത് ഈ ബ്ലഡ് ഇങ്ങനെ പുറത്തേക്ക് എടുക്കാൻ ചെയ്യുന്ന 3 ഓപ്പണിംഗ് ആണ്. ഫസ്റ്റ് ആണ് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല. ഒന്നാമത്തെ ഓപ്പണിംഗ് എന്താ? ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല. രണ്ടാമത്തെയാണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. AV ഗ്രാഫ്റ്റ്, ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ്. മൂന്നാമത്തെയാണ് വാസ്കുലർ അസറ്റ് കത്തീറ്റർ. അപ്പൊ അങ്ങനെ 3 സർജറി, 3 ഓപ്പണിങ്ങിലൂടെയാണ് സാധാരണയായിട്ട് ബ്ലഡ് പുറത്തേക്ക് എടുക്കുന്നത്. ഡയാലിസിസ് ചെയ്യാനായിട്ട് ബ്ലഡ് പുറത്തേക്ക് എടുക്കുന്ന ഓപ്പണിംഗ് ആണ്. പലതരത്തിലുള്ള ഓപ്പണിംഗ് ആണ് ഇത് പറയുന്നത്. ഫസ്റ്റ് നോക്കിയ ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല, AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. AV ഫിസ്റ്റുല. AV ഫിസ്റ്റുല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നിങ്ങൾക്ക് ഒരു പടമൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ ആ നീല നിറം ഉണ്ടോ? ആ നീല നിറത്തിൽ കാണിച്ചേക്കുന്നത് ഉണ്ടോ? അതാണ് വെയിൻസ് ആണ്. ഇനി ആ റെഡ് നിറത്തിൽ കാണിച്ചേക്കുന്ന ആർട്ടറി. അപ്പൊ ഇവിടെ എന്താ? ആർട്ടറിയും വെയിനും തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ്, കണക്ട് ചെയ്തേക്കുന്നുണ്ടോ? അതാണ് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. AV ഫിസ്റ്റുല ഈസ് എ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആൻ ആർട്ടറി ആൻഡ് എ വെയിൻ. ആർട്ടറിയും വെയിനും തമ്മിലുള്ള സർജിക്കൽ കണക്ഷൻ. ഇത് എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിക്കും കേട്ടോ. ഡാഷ് ഈസ് എ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആൻ ആർട്ടറി ആൻഡ് വെയിൻ. ആർട്ടറിയും വെയിനും തമ്മിലുള്ള സർജിക്കൽ കണക്ഷൻ പറയുന്ന പേരെന്താ? AV ഫിസ്റ്റുല. Often a fistula is created in the arm. സാധാരണ ഫിസ്റ്റുല എന്ന് പറയുന്ന സർജറി എവിടെ ചെയ്യാം? ആമില്, കയ്യിലാണ് ചെയ്യുന്നത്. If the patient arteries in the arm are not large or healthy enough. ഇനി പേഷ്യന്റിന്റെ കൈകളിലുള്ള ആർട്ടറീസ്, ആർട്ടറി എന്ന് പറഞ്ഞാൽ എന്താ? ധമനികളാണ് കേട്ടോ, മലയാളം ധമനി. ബ്ലഡ് ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് ശരീരത്തിന്റെ പല ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന കുഴല്, ധമനികളാണ് ആർട്ടറീസ് എന്ന് പറയുന്നത്. വെയിൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, സിരകള്. ശരീരത്തിന്റെ പല ഭാഗത്തിൽ നിന്നും ബ്ലഡ് ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് വെയിനുകൾ. ഈ ആർട്ടറിയും വെയിനും തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്.
ഇത് സാധാരണയായിട്ട് പേഷ്യന്റിന്റെ ആമിലാണ്, കയ്യിലാണ് ഫിസ്റ്റുല സാധാരണ ചെയ്യാറ്. ഇനി ഫിസ്റ്റുല ഇൻ ദ ആം ആർ നോട്ട് ലാർജ് ഓർ ഇനഫ് ഹെൽത്തി. ഇനി നമ്മുടെ കയ്യിലെ ആർട്ടീസ് അത്ര ഹെൽത്തി അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് ക്യാൻ ഓൾസോ ബി പുട്ട് ഇൻ ദ ലെഗ്സ്. ലെഗ് കാലിലും വേണമെങ്കിൽ ഈ സർജറി ചെയ്യാം. അപ്പൊ കൈകളിലെ ആ വെയിൻസ് അത്ര ആർട്ടറീസ് അത്ര ഹെൽത്തി അല്ലെങ്കിൽ, ബ്ലഡ് വെസൽ അത്ര ഹെൽത്തി അല്ലെങ്കിൽ നമുക്ക് കാലിലാണെങ്കിലും ചെയ്യാൻ പറ്റും. It is the most natural astrocyte. It's formed from the blood vessel. ഇത് ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഒരു അസോസൈറ്റ് ആണ്. ഇത് ബ്ലഡ് വെസൽസിൽ നിന്നാണ് ഇത് ഫോം ചെയ്യുന്നത്. അപ്പൊ വിച്ച് ഇസ് ദ നാച്ചുറൽ അസോസൈറ്റ്? 3 അസോസൈറ്റ് പറഞ്ഞേക്കുന്ന ഏറ്റവും നാച്ചുറൽ അസോസൈറ്റ് എന്ന് അറിയപ്പെടുന്നത് AV ഫിസ്റ്റുലയാണ്. ഇത് ബ്ലഡ് വെസൽസിൽ നിന്നാണ് ഇത് രൂപപ്പെടുന്നത്. It has the rarest chance of infection and clotting. ഇതിങ്ങനെ ഈ ഒരു സർജറി ചെയ്യുമ്പോൾ അത് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഏറ്റവും സേഫ് ആണെന്ന് പറയാം. നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഈ ഒരു സർജറി AV ഫിസ്റ്റുല എന്ന് പറയുന്നത് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നാച്ചുറൽ അസോസൈറ്റ് എന്ന് പറയപ്പെടുന്നതും AV ഫിസ്റ്റുലയാണ്. AV fistula. ഓക്കെ, ഞാൻ പറയുമ്പോൾ 2 മിനിറ്റ് ഞാൻ പറയുമ്പോൾ നിങ്ങളൊന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കണം കേട്ടോ. ക്ലിയർ ആയില്ലെങ്കിലും ചോദിക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ആ പിക്ചർ കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം അറിയാം അല്ലെ? ഓക്കെ അല്ലേ? ഓക്കെ, ചിഹ്നം എന്താണ്? ചിഹ്നം ഒക്കെ ഫസ്റ്റ് തന്നെ ഞാൻ ഓക്കെ അല്ലേ നോക്കുമ്പോ വേഗം തന്നെ തമ്പിടുന്ന ആളാണ് കേട്ടോ. ആർട്ടറിയാണ്. ആർട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആർട്ടറീസ് എന്ന് പറഞ്ഞ ധമനികളാണ്. ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് ശരീരത്തിന്റെ പല ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന കുഴല് അതാണ് ആർട്ടറി, ധമനികള്, ആർട്ടറി. ഇനി വെയിൻസോ? വെയിൻസ് എന്താ? വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിരകള്, അതായത് ബ്ലഡ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ബ്ലഡ് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന കുഴലുകൾ, അതാണ് വെയിൻസ്, സിരകൾ. അത് തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മള് AV ഗ്രാഫ്റ്റ് ആണ്. അടുത്തൊരു ഓപ്പണിംഗ് ആണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. Arteriovenous graft, AV graft, is a kind of access used for hemodialysis. ഹീമോഡയാലിസിസിന് ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് അസസ് ആണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഗ്രാഫ്റ്റ് ഈസ് നോർമലി പ്ലേസ്ഡ് ഇൻ ദ ആം ബട്ട് മേ ബി പ്ലേസ്ഡ് ഇൻ ദ ലെഗ് ഇഫ് നീഡഡ്. അപ്പൊ നമുക്ക് ഇതും സാധാരണയായിട്ട് എവിടെ ചെയ്യാം? ഈ സർജറി നമ്മൾ സാധാരണയായിട്ട് ആമില്, കയ്യിൽ തന്നെ ചെയ്യാറ്. ഇനി കൈകളിലെ ബ്ലഡ് വെസൽസ് ഒക്കെ അത്രയും ഓക്കെ അല്ല, ഹെൽത്തി അല്ലെങ്കിൽ അത് വേണമെങ്കിൽ കാലിലും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. An AV graft is a connection of vein and an artery that uses a hollow synthetic tube. Underline ചെയ്തിട്ടോ. എന്താണ് AV graft എന്ന് പറയുന്നത്? Is a connection of vein and an artery. വെയിനും ആർട്ടറിയും തമ്മിലൊരു കണക്ഷൻ. പക്ഷെ എന്ത് വെച്ചാ അവിടെ കണക്ട് ചെയ്തേക്കുന്നത്? യൂസസ് എ ഹോളോ സിന്തറ്റിക് ട്യൂബ്. ഒരു എന്താ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഹോളോ ആയിട്ടുള്ള ഒരു ട്യൂബ് വഴിയാണ് ഇത് കണക്ട് ചെയ്തേക്കുന്നത്. വെയിനും ആർട്ടറിയും തമ്മിൽ കണക്ട് ചെയ്തേക്കുന്ന ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് വെച്ചിട്ടാണ്. ഇത്തരത്തിലുള്ള ഒരു കണക്ഷനാണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. മറ്റത് നമ്മുടെ വെയിനും ആർട്ടറിയും തമ്മിലുള്ള സർജിക്കൽ കണക്ഷൻ എന്ന് മാത്രമേ പഠിച്ചോളൂ. ഇവിടെ എന്താണ് AV ഗ്രാഫ്റ്റിലാവുമ്പോൾ ഇസ് എ കൈൻഡ് ഓഫ് ആസസ് യൂസ്ഡ് ഫോർ ഇസ് എ connection of the vein and artery that uses a hollow synthetic tube. Hollow synthetic tube വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുപോലെ തെറ്റിക്കാനും ചാൻസ് ഉണ്ട്. ആദ്യത്തെ മാത്രം നോക്കിയിട്ട് ആൻസർ എഴുതി വെക്കും മിക്കവരും അങ്ങനെ ചെയ്യുന്നത്. ആദ്യം ലാസ്റ്റത്തെ ആ ഹോളോ സിന്തറ്റിക് ട്യൂബ് എന്നുള്ളത് ശ്രദ്ധിക്കൂല. സർജിക്കൽ കണക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒക്കെ ആദ്യം തന്നെ അത് എഴുതി വെക്കും. അപ്പൊ ശ്രദ്ധിക്കാം, ഹോളോ സിന്തറ്റിക് ട്യൂബ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AV ഗ്രാഫ്റ്റ് ആണ്.
ഇനി ഒരു നോക്കിയേ, one end of the tube is attached to the artery and the other end of the tube is attached to vein. ഒരു എൻഡ് ഏതിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കും? ആർട്ടറിയിലേക്കും അടുത്ത എൻഡ് എന്ന് പറയുന്നത് വെയിനിലേക്കുമാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിയേ നിങ്ങള്, കണ്ടോ? ഒരറ്റം ആർട്ടറിയിലേക്കും, ആ ട്യൂബിന്റെ ഒരറ്റം ആർട്ടറിയിലേക്കും അടുത്ത എൻഡ് എന്ന് പറയുന്ന വെയിൻസിലേക്കുമാണ് അത് കണക്ട് ചെയ്തേക്കുന്നത്. ആർട്ടറി വെയിൻ ഒക്കെ കണ്ടില്ലേ? അവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ബ്ലൂ, റെഡ് കുഴലുകൾ കണ്ടില്ലേ? ഓക്കെ, എന്നിട്ട് മറ്റേ വളഞ്ഞിരിക്കുന്ന അതാണ് ആർട്ടറിയോ വീനസ് ഗ്രാഫ്റ്റ്. പിക്ചറിൽ ക്ലിയർ ആയിട്ട് കാണാം. അപ്പൊ ഒരെൻഡ് ഏതിലേക്ക്? ആർട്ടറിയിലേക്കും അടുത്ത എൻഡ് വെയിനിലേക്കുമാണ് അത് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ കണക്ഷന്റെ ഫലമായിട്ട് നോക്കിയേ, ദിസ് കണക്ഷൻ റിസൾട്ട് ഇൻ ദ ബ്ലഡ് ഫ്ലോയിങ് ഫ്രം ഹൈ ഫ്ലോ ഹൈ പ്രഷർ ആർട്ടറി ത്രൂ ദ ഗ്രാഫ്റ്റ് ആൻഡ് ഇൻടു ലോ ഫ്ലോ ലോ പ്രഷർ വെയിൻ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ആ ബ്ലഡ് സാധാരണ ഫ്ലോ ചെയ്യുന്നതിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ഫ്ലോ റേറ്റ് വരും. ആർട്ടറിയും വെയിനും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ബ്ലഡിന്റെ ഫ്ലോ ചെയ്യുന്നതിൽ ഒരു വ്യത്യാസം വരും, ഫ്ലോ റേറ്റ് വ്യത്യാസം വരും. അതായത് അവിടെ എന്ന് പറഞ്ഞാൽ ഹൈ ഫ്ലോ ഹൈ പ്രഷർ ആർട്ടറിയിൽ നിന്ന് ലോ ഫ്ലോ ലോ പ്രഷർ വെയിനിലേക്ക് ബ്ലഡ് പാസ് ചെയ്യും. അതായത് നമ്മൾ പ്രഷർ കൂടുതലുള്ളിടത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കല്ലേ പോകുന്നത്. അതുപോലെ ഹൈ ഫ്ലോ ഹൈ പ്രഷർ ആർട്ടറിയിൽ നിന്ന് നമ്മൾ ഗ്രാഫ്റ്റിൽ കൂടെ ലോ ഫ്ലോ ലോ പ്രഷർ വെയിനിലേക്ക് ബ്ലഡ് പാസ് ചെയ്യും. Consequently, the blood flow through the graft provide a flow rate that will supply enough blood to provide a suitable hemodialysis treatment. തൽഫലമായിട്ട് അവിടെ എന്തുണ്ടാകുന്ന ഒരു ഫ്ലോ റേറ്റ് ഉണ്ടാകുന്നു. ബ്ലഡിന്റെ ഫ്ലോ ചെയ്യുന്നതിന് ആ ഒരു റേറ്റിന് വ്യത്യാസം വരുന്നു. അതാണ് ആ ഫ്ലോ റേറ്റ് ആണ് നമുക്ക് ഈ സ്യൂട്ടബിൾ ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഈ ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്. Supply enough blood to provide a suitable hemodialysis treatment. And AV graft provides a solution for small or weak vein. AV graft എന്ന് പറയുന്നത് ചെറിയ ശോഷിച്ച ചെറിയ അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ള വെയിനുകൾക്ക് ഒരു സൊല്യൂഷനാണ്. ഇപ്പൊ നമ്മൾ അവിടെ വീക്ക് ആയിട്ടുള്ള വെയിൻ ഒക്കെ ആണെങ്കിൽ അത് അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാഫ്റ്റ് കൊടുക്കാം. അപ്പൊ എന്ന് വെച്ചാൽ അവിടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. അങ്ങനെ ചെറിയ വീക്ക് ആയിട്ടുള്ള വെയിനുകൾക്ക് AV ഗ്രാഫ്റ്റ് ഒരു സൊല്യൂഷൻ ആണെന്നാ പറയുന്നത്. ക്ലിയർ ആയോ എന്ന് നോക്കി നിങ്ങള്? ഒന്നുകൂടി പറഞ്ഞു തരണേന്ന് അനശ്വര പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ഞാൻ പറയാം. അപ്പൊ AV ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞ എന്താ? നമ്മൾ ഹീമോഡയാലിസിസിന് ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള അസസ്സാണ്, ഒരു ഓപ്പണിംഗ് ആണ് ഈ AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് നമ്മുടെ പേഷ്യന്റിന്റെ ആമിലാണ് ചെയ്യാറ്. ഇനി ആമില് പറ്റിയില്ലെങ്കിൽ ലെഗിലും ഇത് ചെയ്യാം. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിനും ആർട്ടറിയും തമ്മിൽ ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് വെച്ചിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ ട്യൂബിന്റെ ഒരു വശം ആർട്ടറിയിലേക്കും അതുപോലെ മറ്റേ വശം അടുത്ത എൻഡ് വെയിനിലേക്കുമാണ് കണക്ട് ചെയ്തേക്കുന്നത്. അതൊക്കെ നോക്കിയാൽ പിക്ചറിൽ ക്ലിയർ അല്ലേ? ഒരു വശം ആർട്ടറിയിലേക്കും ഒരു വശം വെയിനിലേക്ക് കണക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ വരൂലേ? രണ്ടിലെ കണക്ഷൻ വരുമ്പോ അവിടെ എന്താണ്? ഒരു ഫ്ലോ റേറ്റ് ഇത് വ്യത്യാസം വരും. അതായത് ഹൈ ഫ്ലോ ഹൈ പ്രഷറിലാണ് ബ്ലഡ് ആർട്ടറിയിൽ പോകുന്നത്. അത് ഗ്രാഫ്റ്റിൽ കൂടെ എങ്ങോട്ട്? ലോ ഫ്ലോ ലോ പ്രഷർ വെയിനിലേക്ക് ബ്ലഡ് പാസ് ചെയ്യും. അപ്പൊ ഒരു ഫ്ലോ റേറ്റ് വ്യത്യാസം വരൂലേ? ഇപ്പൊ നമ്മൾ നോക്കിയേ, നിങ്ങൾ വെള്ളം ഒഴുകണമെങ്കിൽ ഒരു ഇതൊന്നും ഇല്ല, ഒരു ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ വെള്ളം അനങ്ങാതെ തന്നെ കിടക്കും. നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോഴല്ലേ അത് ഒഴുകി പോവുള്ളൂ, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ കിടക്കൂലേ? അതേപോലെ അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ ഈ നമ്മള് ഈ ആ കണക്ഷന്റെ ഫലമായിട്ട് കണക്ഷൻ നടത്തുമ്പോൾ ഹൈ ഫ്ലോ ഹൈ പ്രഷറിൽ ആർട്ടറിയില് ബ്ലഡ് പാസ് ചെയ്യാണ്. അത് ഈ വെയിനിലാണെങ്കിലോ ലോ ഫ്ലോ ലോ പ്രഷർ ആണ് വെയിനിലുള്ളത്. അപ്പൊ അത് രണ്ട് വ്യത്യാസമില്ലേ? അപ്പൊ ഇത് കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു എന്ത് വരുന്നു? ആ രണ്ട് തമ്മിലുള്ള ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന ഫ്ലോ റേറ്റ് തമ്മിൽ വ്യത്യാസം വരും. അപ്പൊ ഈ ബ്ലഡ് നേരെ ആർട്ടറിയിൽ നിന്ന് നമ്മൾ എങ്ങനെ ഈ കൂടെ ആ ഗ്രാഫ്റ്റിൽ കൂടെ നേരെ ലോ പ്രഷർ വെയിനിലേക്ക് ബ്ലഡ് പാസ് ചെയ്യും. അപ്പൊ ആ ഒരു ഫ്ലോ റേറ്റ് ആണ് ഈ ആവശ്യത്തിനുള്ള ഈ ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് പ്രൊവൈഡ് ചെയ്യുന്നത്.
അത് ഈ AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്ന സ്മോൾ വീക്ക് വെയിറ്റിലുള്ള നല്ലൊരു സൊല്യൂഷൻ ആണ്. ക്ലിയർ ആയോ? ഇനി ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കാം കേട്ടോ. തന്നെ ഇത് വായിച്ചു വെക്കണം എല്ലാവരും. നാളെ ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് വായിക്കാതിരിക്കരുത്. ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഭാഗം. ഇനി അപ്പൊ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് വാസ്കുലർ അസസ് കത്തീറ്റർ. അപ്പൊ മൂന്നാമത്തെ ഒരു ഓപ്പണിംഗ് ആണ്, സർജറി തന്നെയാണ് ചെയ്യുന്ന വാസ്കുലർ അസസ് കത്തീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ രണ്ടെണ്ണം ഇല്ലേ, AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റും ലോങ് ടേം ഹീമോഡയാലിസിസിനാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഈ പേഷ്യന്റ് കിഡ്നി ഫെയിലിയർ ആയിട്ട് ഡയാലിസിസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ഇപ്പൊ നമ്മൾ പറഞ്ഞ രണ്ട് മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ സർജറി ചെയ്ത് ഉണങ്ങുന്നതിന് നമ്മള് ഈ 2-3 മാസം അല്ലെങ്കിൽ ആഴ്ചകളൊക്കെ വേണ്ടി വരും ഇത് ഉണങ്ങാനായിട്ട്. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ അതിൽ നമുക്ക് ഇത് ഡയാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ രണ്ടെണ്ണം നമുക്ക് അങ്ങനെ കുറെ ഇത് ലോങ് ടേം ഹീമോഡയാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇന്ന് പെട്ടെന്ന് കിഡ്നി ഫെയിലിയർ കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നാളെ തന്നെ ഡയാലിസിസ് തുടങ്ങുകയാണെങ്കിൽ ഇത് രണ്ടും പറ്റൂല. ഓക്കെ, ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വെക്കാം. പെട്ടെന്ന് ഡയാലിസിസ് ഈ കിഡ്നി ഫെയിലിയർ കൂടി പെട്ടെന്ന് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങേണ്ടി വന്നാൽ ഈ രണ്ട് സർജറി ചെയ്ത് അതിന്റെ മുറിവ് ഉണങ്ങി അതിൽ കൂടെ ഡയാലിസിസ് ചെയ്യാൻ കുറച്ച് സമയം വേണം. അപ്പൊ താൽക്കാലികമായിട്ട് ഡയാലിസിസ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് വാസ്കുലർ അസസ് കത്തീറ്റർ എന്ന് പറയുന്നത്. കത്തീറ്റർ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു ചെറിയ ട്യൂബ്, അതിന്റെ ചുറ്റിൽ ഒരു നീഡില് പോലെ ഇരിക്കുന്ന നീഡില് സൂചിച്ച് ചെറിയ നീഡിലുണ്ടാവും. അത് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഇത്, അതിനാണ് വാസ്കുലർ അസസ് കത്തീറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫ്ലെക്സിബിൾ ട്യൂബ് ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ ലാർജ് വെയിൻ യൂഷ്വലി ഇൻ യുവർ നെക്ക് only for short term hemodialysis. അപ്പൊ ഇതുണ്ടല്ലോ, ഈ കത്തീറ്റർ നമ്മുടെ നെക്കിൽ കൂടെ നമ്മുടെ ലാർജ് വെയിനിലേക്ക് ഇത് കുത്തിവെക്കുക ചെയ്തത് കത്തീറ്റർ. അത് എപ്പോഴും അവിടെ ഫിക്സ്ഡ് ആയിട്ടിരിക്കും, അത് അങ്ങനെ കുത്തിവെക്കും. എന്നിട്ട് അതിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ബ്ലഡ് ഇങ്ങനെ എടുക്കുന്നത്, പുറത്തേക്ക് എടുക്കുന്നത്. കത്തീറ്ററിൽ കൂടെയാണ്, വാസ്കുലർ അസസ് കത്തീറ്ററിൽ കൂടെയാണ് ബ്ലഡ് പുറത്തേക്ക് എടുക്കുന്നത്. അത് സാധാരണ നെക്കിൽ കൂടെയാ ചെയ്യുന്നത്. ഇത് ഷോർട്ട് ടൈം ഹീമോഡയാലിസിസിന് വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് നമുക്ക് കിഡ്നി ഫെയിലിയർ കൂടി അടുത്ത ദിവസം തന്നെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അപ്പൊ ഡോക്ടർ ചെയ്യുന്ന ഒരു മാർഗമാണ് വാസ്കുലർ അസസ് കത്തീറ്റർ. അപ്പൊ നെക്കിൽ കൂടെ എന്ത് ചെയ്ത് കത്തീറ്റർ പ്ലേസ് ചെയ്ത് അതിൽ കൂടെയാണ് ബ്ലഡ് പുറത്തേക്ക് എടുക്കുന്നത്. If the kidney disease has progressed rapidly, പെട്ടെന്ന് കിഡ്നി ഡിസീസ് കൂടുകയാണെങ്കിൽ patient may not have time for placement of an AV fistula or AV graft before beginning hemodialysis treatment. ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഈ AV ഫിസ്റ്റുലയോ അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റോ ചെയ്ത് അത് ഉണങ്ങി അതേ കൂടെ ഹീമോഡയാലിസിസ് ചെയ്യാന്ന് പറഞ്ഞാൽ പറ്റുന്ന കാര്യമല്ല. അപ്പോഴാണ് ഡോക്ടർ വാസ്കുലർ അസസ് കത്തീറ്റർ വെക്കുന്നത്. അത് നമുക്ക് കുറെ നാളുകളൊന്നും അങ്ങനെ വെക്കാൻ പറ്റില്ല. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്യും ഡോക്ടർ, ഈ വാസ്കുലർ അസസ് കത്തീറ്റർ വെച്ചിട്ട് നെക്കിൽ വെച്ചിട്ട് അതിൽ കൂടെ ബ്ലഡ് പുറത്തേക്ക് എടുത്ത് ഡാഷ് ചെയ്യും. ആ സെയിം ടൈമിൽ തന്നെ എന്ത് ചെയ്യുന്ന അറിയോ, ഒന്നിലേക്ക് AV ഫിസ്റ്റുല അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റ് ആണെങ്കിൽ ആ സർജറിയും ചെയ്യും. എന്നിട്ട് ആ സർജറി ചെയ്ത് അതിന്റെ വൂണ്ട് ഉണങ്ങി കഴിയൂലേ, ഉണങ്ങി കഴിഞ്ഞാൽ അതിൽ കൂടെ ഡയാലിസിസ് ചെയ്യാറാവുമ്പോഴത്തേക്കും ഈ കത്തീറ്റർ മാറ്റും. പിന്നെ അതിൽ കൂടെ ഡയാലിസിസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഒരു ഷോർട്ട് ടൈം താൽക്കാലികമായിട്ട് ഹീമോഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാസ്കുലർ അസസ് കത്തീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ 3 അസസ് സൈറ്റുകൾ നമ്മൾ പഠിച്ചു: AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ്, വാസ്കുലർ അസസ് കത്തീറ്റർ. നിങ്ങളൊരു കാര്യം ചെയ്യുക, എല്ലാവരും ഫോണൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യണവരല്ലേ? അല്ലേ? ആണോ? ഫോണൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യണവരല്ലേ? ഓക്കെ, ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്നവരാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇന്ന് നിങ്ങളത് യൂട്യൂബിലുണ്ട്, ഇതിന്റെ വീഡിയോസ് ഉണ്ട്, ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ, 1 മിനിറ്റ് 1.5 മിനിറ്റ് 2 മിനിറ്റിന്റെ ഒക്കെ ചെറിയ വീഡിയോസ് എടുക്കുന്നുണ്ട്. ഇത് 3 നിങ്ങളൊന്ന് അടിച്ചു കൊടുക്കുക യൂട്യൂബിൽ കയറിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് അതിനകത്ത് ക്ലിയർ ആയിട്ട് അറിയാം, നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ല.
ഇപ്പൊ ഇതിനകത്ത് ക്ലാസ്സിലേക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് കാണിക്കാന്ന് പറയുമ്പോൾ നമുക്ക് കുറെ സമയം പോകും. അതുകൊണ്ടാണ് എടുക്കാത്തത്. ഇന്ന് തന്നെ നിങ്ങളൊന്ന് കയറി കാണുക, എന്നിട്ട് അടിച്ചു കൊടുക്കുക. ഇപ്പൊ യൂട്യൂബിൽ കയറി അടിച്ചു കൊടുത്താൽ മതി. ഡയാലിസിസ് എന്ന് അടിച്ചു കൊടുത്തിട്ട് ഇത് AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ്, വാസ്കുലർ ആക്സസ് കാത്തീറ്റർ, ഇത് 3 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന ആ വീഡിയോസ് അതിനകത്ത് ചെറിയ ഷോർട്ട് വീഡിയോസ് കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ഒന്ന് നോക്കുക കേട്ടോ, ഒന്ന് കയറി കാണുക അത്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി എങ്ങനെയാ ചെയ്യുന്നത് എന്താണെന്നുള്ളത് ക്ലിയർ ആവും. ഓക്കെ, നമുക്ക് ഇനിയിപ്പോ ക്ലാസ്സിലേക്ക് എടുത്തിട്ട് എല്ലാവരും ഷെയർ ചെയ്ത് കാണിക്കുമ്പോൾ കുറെ സമയം പോകും. നമ്മുടെ പോർഷൻസ് ഒക്കെ തീർക്കണം വേഗം. പിന്നെ എക്സാം ഒന്നും പോർഷൻ തീർക്കണം എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ ചോദിക്കുക എക്സാം എന്നാന്ന് അടുത്ത മെസ്സേജുകൾ വരും. എക്സാം ഒന്നും ആയിട്ടില്ല, എക്സാമിന്റെ സമയം ഇത് കാര്യങ്ങളൊക്കെ പറയും. എക്സാമിനെ കുറിച്ച് ആരും ഒന്നും ടെൻഷൻ അടിക്കുകയോ പേടിക്കുകയോ ഒന്നും വേണ്ട. ഒക്കെ അതിന്റെ മുറയ്ക്ക് നടന്നോളും, വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് സിമ്പിൾ ആയിരിക്കും എക്സാം. നിങ്ങൾ അങ്ങനെ ഔട്ട് ഓഫ് സിലബസ് അല്ലെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെയുള്ളതൊന്നും വരില്ല. നമ്മുടെ ഈ പോർഷൻസ്, നമ്മുടെ എടുത്ത മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ക്ലാസ് കഴിയുമ്പോൾ നമ്മുടെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതുന്നത് അതൊക്കെ വായിച്ചാൽ മതി. ഓക്കെ, എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് ഇപ്പൊ നമ്മൾ പോകുന്നില്ല. അപ്പൊ നമ്മുടെ പോർഷൻസ് നമ്മുടെ വേഗം തീർന്നാലാണ് നമുക്ക് റിവിഷൻ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് റിവിഷനായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസിലുള്ള ക്വസ്റ്റ്യൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നമുക്ക് ഒന്ന് നോക്കി ഒന്നുകൂടി ഇരുന്ന് ക്ലാസ്സിലിരുന്ന് പഠിക്കാം. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ആവശ്യമില്ലാതെ ഒരുപാട് സമയം കളയാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ഓക്കെ, പിന്നെ നോക്കൂല്ലേ എല്ലാവരും? ഓക്കെ, ഇത് 3 എണ്ണം ഇന്ന് ക്ലാസ്സിൽ നിങ്ങൾ യൂട്യൂബിൽ കയറി ഒന്ന് നോക്കാം കേട്ടോ. 3 അസസ് സൈറ്റുകൾ, 3 ക്ലിയർ ആയോ? ഓക്കെ, അപ്പോ ഇനി ക്ലിയർ ആണ്. ഓക്കെ, ഇനി വരുന്നത് നെഫ്രോളജിസ്റ്റ്. നെഫ്രോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എ ഡോക്ടർ ഹു ഈസ് സ്പെഷ്യലൈസ്ഡ് ഇൻ കിഡ്നി പ്രോബ്ലം. അതും അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. നെഫ്രോളജിസ്റ്റ്, നെഫ്രോളജിസ്റ്റ്. Nephrologist, a doctor who is specialized in kidney problem. Kidney problem specialized in the doctor ആണ് nephrologist. Or an interventional radiologist, a doctor who utilized medical imaging tools to execute operation and perform the venous catheter placement procedure in a hospital or a outpatient center. My brother is nephrologist. ആരാ? ബഷീർ. ഓക്കെ, ബഷീറിന്റെ ബ്രദർ നെഫ്രോളജിസ്റ്റ് ആണോ? ഓക്കെ, ഏത് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യാ? ഏത് ഹോസ്പിറ്റലിലാ? ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഓക്കെ, ഓക്കെ. അപ്പൊ നോക്കിയേ, കിഡ്നി പ്രോബ്ലത്തേക്ക് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡോക്ടറാണ് നെഫ്രോളജിസ്റ്റ്. ഓർ അല്ലെങ്കിൽ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്. അതാരാ? a doctor who utilize medical imaging tools to execute. Medical imaging tools ഉപയോഗിച്ചിട്ട് ഓപ്പറേഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുകയും വീനസ് കാത്തീറ്റർ പ്ലേസ്മെന്റ് പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്ന ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് സെന്ററിലൊക്കെ ചെയ്യുന്ന അതിനെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡോക്ടർ ആണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. The patients get local anesthesia. Okay, the patient gets local anesthesia and sedation to be calm and relaxed in the course of this procedure. അപ്പൊ ഇത് ചെയ്യുമ്പോൾ എന്ത് വേണം? പേഷ്യൻസിന് നമ്മൾ കാം ആക്കി കിടത്തണം. അല്ലാതെ നമ്മൾ നേരെ കൈയൊക്കെ കീറി ഇതൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. അവര് കാം ആക്കാൻ വേണ്ടിയിട്ട് ലോക്കൽ അനസ്തേഷ്യ അല്ലെങ്കിൽ സെഡേഷൻ ഒക്കെ കൊടുക്കണം. റിലാക്സ്ഡ് ഇൻ ദ കോഴ്സ് ഓഫ് ദിസ് പ്രൊസീജിയർ. ഈ പ്രൊസീജിയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഈ അനസ്തേഷ്യ കാര്യങ്ങൾ, സെഡേഷൻസ് ഒക്കെ കൊടുക്കണം. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ? ബേബി ഫിസ്റ്റിലോ ഗ്രാഫ്റ്റോ ഒന്നുമില്ല അല്ലെ? ഓക്കെ, ഇനി നോക്കി
ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെയാണ് വീണ്ടും പറഞ്ഞേക്കുന്നത്. വീനസ് കത്തീറ്റർ, മൂന്നാമത്തെ നമ്മൾ പറഞ്ഞില്ലേ ഓപ്പണിങ്, മസ്കുലർ ആക്സസ് കത്തീറ്റർ, വീനസ് കത്തീറ്റർ. വീനസ് കത്തീറ്റർ ആർ നോട്ട് പെർഫെക്റ്റ് ഫോർ ലോങ് ടേം യൂസ്. ഇത് ലോങ് ടേം യൂസിന് ഒരുപാട് നാള് ആ വീനസ് കത്തീറ്റർ ഉപയോഗിച്ചിട്ട് അതിൽ കൂടെ ഡയാലിസിസ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഒരുപാട് നാള് ചെയ്യാൻ പറ്റില്ല, അത് ലോങ് ടേം യൂസിന് പെർഫെക്റ്റ് അല്ല. ഓക്കെ, ലോങ് ടേം യൂസിന് പെർഫെക്റ്റ് അല്ല വീനസ് കത്തീറ്റർ എന്ന് പറയുന്നത്. അത് ഷോർട്ട് ടൈം യൂസിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വിത്ത് എ വീനസ് കത്തീറ്റർ എ പേഷ്യന്റ് മേ ജനറേറ്റ് എ ബ്ലഡ് ക്ലോട്ട് ആൻഡ് ഇൻഫെക്ഷൻ ഓർ കോസിംഗ് വെയിൻ ടു മാരോ. ഓക്കെ, വിത്ത് വീനസ് കത്തീറ്റർ, വീനസ് കത്തീറ്റർ കൂടെ ഉപയോഗിക്കുമ്പോൾ പേഷ്യൻസിന് എന്താ ബ്ലഡ് ക്ലോട്ട് ആവാൻ, ഇൻഫെക്ഷൻ ഉള്ള ചാൻസ്, ഓർ കോസിംഗ് വെയിൻ ടു മാരോ, വെയിൻസ് ഇടുങ്ങിയതാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് വീനസ് കത്തീറ്റർ ഉപയോഗിക്കുമ്പോൾ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വീനസ് കത്തീറ്റർ നമുക്ക് ലോങ് ടേം യൂസിന് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ ഇവിടെ പറഞ്ഞപ്പോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നമ്മൾ AV ആർട്ടീരിയ വീനസ് ഫിസ്റ്റുല, AV ഫിസ്റ്റുല പറഞ്ഞപ്പോ റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിങ്, ഇൻഫെക്ഷനോ ക്ലോട്ടിങ്ങിനോ ഒരു ചാൻസ് വളരെ കുറവാണ് AV ഫിസ്റ്റുല ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ മോസ്റ്റ് നാച്ചുറൽ അസസ് ആയിട്ടാണ് AV ഫിസ്റ്റുല എന്ന് പറഞ്ഞത്. AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റും ലോങ് ടേം യൂസിനും ഉപയോഗിക്കുന്നതാണ് എന്നവിടെ നമ്മൾ പറഞ്ഞത്. ഇപ്പൊ എന്താ, വാസ്കുലർ അസസ് കത്തീറ്ററോ ഇത് ലോങ് ടേം യൂസിന് ഉപയോഗിക്കാൻ പറ്റില്ല, പെർഫെക്റ്റ് അല്ല. വീനസ് കത്തീറ്റർ ഉപയോഗിക്കുമ്പോൾ എന്താ, പേഷ്യൻസിന് ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്, ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്, കോസിംഗ് വെയിൻ ടു മാരോ, വെയിൻസ് ഇടുങ്ങിയതാകാനുള്ള ചാൻസും ഉണ്ട്. However, if a patient wants to start hemodialysis right away, venous catheter will work for several weeks or months till a surgeon can do a long-term access surgery and the AV fistula or AV graft has time to mature. നോക്കിയേ, അപ്പൊ എന്താ പറഞ്ഞേക്കുന്ന, വീനസ് കത്തീറ്റർ ഉപയോഗിക്കുമ്പോൾ എന്താണ്, പേഷ്യൻസിന് ബ്ലഡ് ക്ലോട്ട് ആവാൻ, ഇൻഫെക്ഷൻ ഉണ്ടാവാന്, പിന്നെ അതുപോലെ വെയിൻസ് ഒക്കെ ഇടുങ്ങിയതാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിയായ മാർഗത്തിലൂടെ ഹീമോഡയാലിസിസ്, അതായത് ഇത് ഈ AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റും ആ സർജറി ഒക്കെ ചെയ്ത് ഉണങ്ങാൻ ഞാൻ പറഞ്ഞു 2-3 മാസം, ആഴ്ചകളൊക്കെ വേണ്ടി വരും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഡയാലിസിസ് ചെയ്യണമെങ്കിൽ അത് രണ്ടും ചെയ്യാൻ പറ്റില്ല. താൽക്കാലികമായിട്ട് ചെയ്യുന്നതാണ് വീനസ് കത്തീറ്റർ. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സെവറൽ വീക്സ് ഓഫ് മന്ത്സ്, 2-3 ആഴ്ചകളോ 1 മാസം അത്രയൊക്കെ മാക്സിമം അതിൽ കൂടെ ഡയാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ സർജൻ ഈ ശരിയായ രീതിയിലൂടെ, അതായത് ഡയാലിസിസ് തുടങ്ങുന്നത് വരെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റും ചെയ്ത് ആ സർജറി ചെയ്ത് അതിന്റെ വൂണ്ട് ഉണങ്ങി ശരിയായ രീതിയിൽ ഡയാലിസിസ് അതിലൂടെ ചെയ്യുന്ന സമയം വരെ മാത്രമേ വീനസ് കത്തീറ്റർ അവിടെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. വീനസ് കത്തീറ്റർ ലോങ് ടേം യൂസിന് ഉപയോഗിക്കാൻ പറ്റില്ല, ഷോർട്ട് ടൈം യൂസിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ അത്? ഓക്കെ, ഇതിൽ വരൊക്കെ ഉണ്ട്. നിങ്ങൾ എന്നാലും ഇത് വായിച്ചു നോക്കണം കേട്ടോ. ഒന്ന് ആശയം ഒന്ന് മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് നോട്ട് ഒന്നുകൂടി വരുന്ന വായിച്ചു നോക്കാം. അപ്പൊ AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റും ഇതിന് വേണ്ടിയിട്ടാണ് ലോങ് ടൈം യൂസിന് ഉപയോഗിക്കുന്നതാണ്. എന്നാൽ വീനസ് കത്തീറ്റർ ഇത് അത് ഷോർട്ട് ടൈം യൂസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് തന്നെയാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. ബോത്ത് AV ഫിസ്റ്റുല ആൻഡ് AV ഗ്രാഫ്റ്റ് ആർ ഔട്ട്ലൈൻഡ് ഫോർ ലോങ് ടേം ഡയാലിസിസ് ട്രീറ്റ്മെന്റ്. രണ്ടും ലോങ് ടേം ഡയാലിസിസ് ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. People who gets AV fistula are healed. ഇനി ഇവിടെ പറഞ്ഞേക്കുന്ന ഈ AV ഫിസ്റ്റുല ഉണങ്ങാനായിട്ട്, ഉണങ്ങി അതിൽ കൂടെ നമ്മൾ ഡയാലിസിസ് ബിഗിൻ ചെയ്യാനായിട്ട് 3 months 2 to 3 months എടുക്കും. ആഫ്റ്റർ ദെയർ സർജറി ചെയ്ത് 2-3 മാസം വേണം AV ഫിസ്റ്റുലയുടെ ചെയ്തതിന്റെ വൂണ്ട് ഉണങ്ങി അതിൽ കൂടെ ഡയാലിസിസ് ചെയ്യാൻ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തെടുത്തോട്ടോ. AV fistula are healed and ready to begin hemodialysis 2 to
3 months after their surgery. അവർക്കടെ സർജറി ചെയ്ത് 2-3 മാസം വേണം ആ wound ഉണങ്ങി അതിക്കടെ ഡയാലിസിസ് ചെയ്യാൻ. People who receive AV graft, ഇനി AV graft ആണെങ്കിലോ will ready in 2-3 weeks. 2-3 ആഴ്ചകൾ കൊണ്ട് ആ wound ഉണങ്ങി അതിക്കടെ ഡയാലിസിസ് ചെയ്യാൻ പറ്റും. Catheter are outlined for short time or temporary use. Venous catheter എന്ന് പറയുന്നത് ഷോർട്ട് ടൈം യൂസിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്നതാണ്, താൽക്കാലികമായി ചെയ്യുന്നതാണ്. പെട്ടെന്ന് കിഡ്നി രോഗം കൂടി പെട്ടെന്ന് നാളെ തന്നെ ഡയാലിസിസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ 2 സർജറിയും ചെയ്ത് അതിന്റെ മുറിവാണെങ്കിൽ ഡയാലിസിസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ താൽക്കാലികമായിട്ട് അതാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാലോ. അത് നമ്മൾ നേരെ കത്തീറ്റർ ഈ വെയിൻസിലേക്ക് ഇങ്ങനെ നെക്കിക്കൂടെ ഇങ്ങനെ കയറ്റി വിടുക ചെയ്യുന്നത്. അപ്പൊ അതിൽ കൂടെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡയാലിസിസ് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ സർജൻ ആ സമയം തന്നെ എന്ത് ചെയ്യുന്നു, ഫിസ്റ്റിലെ ഗ്രാഫ്റ്റോ ഏതാന്ന് വെച്ചാൽ അത് ചെയ്ത് തുടങ്ങി അതിൽ കൂടെ ഡയാലിസിസ് ചെയ്യുമ്പോഴത്തേക്കും ഇത് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് ക്ലിയർ ആയോ നോക്കി നിങ്ങള്. നമ്മള് ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയ ഡയാലിസിസ് ആർക്കൊക്കെയാണ് ബെനിഫിഷ്യൽ ആവണേ എന്നുള്ളത് പറഞ്ഞു. ഫസ്റ്റ്, റീസെന്റ് ആയിട്ട് കിഡ്നി ഫംഗ്ഷൻ നഷ്ടപ്പെടുന്നവർക്ക് ഡയാലിസിസ് ഒരു പ്രയോജനപ്രദമാണെന്ന് പറഞ്ഞു. പെർമനന്റ് ആയിട്ട് കിഡ്നിയുടെ ഫംഗ്ഷൻ നഷ്ടപ്പെടുന്നവർക്കും ഡയാലിസിസ് യൂസ്ഫുൾ ആണ്. അതിനെയാണ് നമ്മൾ പേഷ്യന്റ് ഹു ഹാവ് റീസെന്റ് ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ, അതിനെയാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. എന്നാൽ പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ അതിനെയാണ് ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. പിന്നെ അത് വീണ്ടും ഒന്നുകൂടി പറഞ്ഞെന്നുള്ളൂ, അത് കുറച്ചും കൂടി ഇതാക്കി. അപ്പൊ അതിന്റെ രണ്ടിന്റെയും എക്സ്പാൻഡഡ് ഫോം നമ്മൾ നോക്കണം. അതിന്റെ മെയിൻ ഡിഫറൻസ് എന്താ പറഞ്ഞേ, അക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് നമ്മള് കുറച്ച് ദിവസം 1-2 ദിവസമൊക്കെ ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കിഡ്നി നോർമൽ ഫംഗ്ഷൻ ആകുമ്പോൾ നമുക്ക് ഡയാലിസിസ് നിർത്താൻ പറ്റും. അത് റിവേഴ്സിബിൾ ആണ്, റിവേഴ്സ് ചെയ്ത് കിഡ്നീനെ കൊണ്ടുവരാൻ പറ്റും നമുക്ക്. എന്നാൽ നമ്മളെ രണ്ടാമത്തെ ക്രോണിക് അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ കിഡ്നിയുടെ പ്രവർത്തനം ഇനി എന്തോ ഒരു ട്രീറ്റ്മെന്റ് ചെയ്താലും എന്തായാലും കിഡ്നിയുടെ പഴയ അവസ്ഥയിലേക്ക് വരില്ല. അപ്പൊ പേഷ്യന്റിന് ഡയാലിസിസ് ചെയ്യാന്നുള്ളത് ഒരു വഴി. അപ്പൊ ജീവിത അവസാനം വരെ ഡയാലിസിസ് ചെയ്യണം, അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് വരെയും അവർക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കണം. അത് ഇറിവേഴ്സിബിൾ ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ, കിഡ്നിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. 3 ഫംഗ്ഷനാണ് പറഞ്ഞത്. ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ ഫംഗ്ഷനൊക്കെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഡയാലിസിസ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, ഈ വേസ്റ്റുകളൊക്കെ ബ്ലഡിൽ അടിഞ്ഞുകൂടി നമ്മുടെ ബോഡിക്ക് പോയിസൺ ആവുന്നു, നമ്മുടെ ഓർഗൻസിന് ഡാമേജ് ഉണ്ടാകുന്നു. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയാലിസിസ് നമ്മൾ പറഞ്ഞത്, ഹീമോഡയാലിസിസ് പറഞ്ഞു. ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഡയാലിസിസ് മെഷീന് ഡയലൈസർ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ പേഷ്യന്റിന്റെ ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ട് ആ മെഷീനിലേക്ക് ഇട്ടിട്ട് ആ ഒരു പ്രോസസ്സിലൂടെ എന്ത് ചെയ്യുന്നു, ബ്ലഡ് പ്യൂരിഫൈ ചെയ്തിട്ട് തിരിച്ച് ആ പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തന്നെ കയറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ബ്ലഡ് എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ഒരു ഓപ്പണിംഗ് നമ്മൾ കൊടുക്കണം. അതിനാണ് വാസ്കുലർ അസസ് സൈറ്റ്, ഓപ്പണിംഗ് ഇൻ വൺ ഓഫ് യുവർ ബ്ലഡ് വെസൽ. ഏതെങ്കിലും ഒരു ബ്ലഡ് വെസൽ ഓപ്പൺ ചെയ്യുന്ന സർജറിയാണ് വാസ്കുലർ അസസ് സൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ബ്ലഡ് പുറത്തേക്ക് കിട്ടുന്ന 3 രീതികളാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്, ഹീമോഡയാലിസിന് ഉപയോഗിക്കുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അസസുകളാണ് പറഞ്ഞത്. ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല പറഞ്ഞു, AV ഫിസ്റ്റുല. പിന്നെ രണ്ടാമത്തെ AV ഗ്രാഫ്റ്റ്, ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ് പറഞ്ഞു. പിന്നെ മൂന്നാമത്തേത് വാസ്കുലർ അസസ് കാത്തീറ്റർ പറഞ്ഞു. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? AV ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടും കൂടി ആർട്ടറിയും വെയിനും തമ്മിൽ സർജിക്കൽ കണക്ഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ,
ഇതെന്ന് പറഞ്ഞാൽ വളരെ നാച്ചുറൽ അസസ് ആയിട്ടാണെന്ന് പറഞ്ഞു. ഇൻഫെക്ഷനോ ക്ലോട്ടിങ്ങോ ഉള്ള ചാൻസ് അവിടെ ഇല്ല. AV ഗ്രാഫ്റ്റ് ആണെങ്കിലോ കണക്ഷൻ ആണ്, കണക്ഷൻ ഓഫ് ദ വെയിൻ ആൻഡ് ആർട്ടറി എന്തുപയോഗിച്ചിട്ടാന്നുള്ളത് നോക്കാം. ഏതാണ് നമ്മൾ ആ ഹോളോ സിന്തറ്റിക് ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ അതിന്റെ ഇടയ്ക്ക് ആ ആർട്ടറിയിലും വെയിനും തമ്മിലുള്ള അത് ബ്ലഡിന്റെ ഫ്ലോ റേറ്റിന് വ്യത്യാസമുണ്ട്. അപ്പൊ അവിടെ ഹൈ ഫ്ലോ ഹൈ പ്രഷർ ആർട്ടറിയിൽ നിന്ന് ലോ ഫ്ലോ ലോ പ്രഷർ വെയിനിലേക്ക് ബ്ലഡ് ഇങ്ങനെ പാസ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ അവിടെ ഒരു ഫ്ലോ റേറ്റ് ആണ്, അവിടെ ഒരു ഫ്ലോ റേറ്റ് വരും. ആ ഫ്ലോ റേറ്റ് ആണ് ഈ ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്ന സ്മോൾ വീക്ക് വെയിനിലുള്ള ഒരു നല്ലൊരു സൊല്യൂഷൻ ആണ്. മൂന്നാമത്തെയാണ് വാസ്കുലർ അസസ് കാത്തീറ്റർ എന്ന് പറയുന്നത്. ഇതെന്താ, ഇത് ഷോർട്ട് ടൈം ഹീമോഡയാലിസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇവിടെ ഒരു കത്തീറ്റർ നെക്കി കൂടെ കയറ്റുക ചെയ്യുന്നത്. പെട്ടെന്ന് ഡയാലിസിസ് ഒക്കെ ചെയ്യേണ്ടി വരില്ലേ, പെട്ടെന്ന് കിഡ്നി ഫെയിലിയർ ആയിട്ട് ഡയാലിസിസ് ഒക്കെ ചെയ്യേണ്ടി വരുന്ന ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്നു, നമ്മള് വീനസ് കാത്തീറ്റർ ഇങ്ങനെ നമ്മള് നെക്കി കൂടെ ഇങ്ങനെ കയറ്റി വിടുക ചെയ്യുന്നത്. ഓക്കെ, അതിൽ കൂടെ നമുക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് തന്നെ നമുക്ക് ആ ഡോക്ടറിന് ഈ ഫിസ്റ്റുലോ ഗ്രാഫ്റ്റോ നോർമൽ അസസ് ഫിസ്റ്റുലോ ഗ്രാഫ്റ്റോ ഒക്കെ ചെയ്യാൻ പറ്റും. ഫിസ്റ്റുലോ അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റോ ഒക്കെ ആ സമയത്ത് തന്നെ ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ സർജറി ചെയ്ത് അതിന്റെ ആ വോണ്ടൊക്കെ ഉണങ്ങി കഴിയുന്ന വരെ മാത്രം വാസ്കുലർ അസസ് കാത്തീറ്ററിൽ കൂടെ ഡയാലിസിസ് ചെയ്താൽ മതി. അത് നോർമലി ആയി കഴിഞ്ഞു കഴിഞ്ഞാല് എന്ത് ചെയ്യാം, അതിൽ കൂടെ തന്നെ ഡയാലിസിസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് രണ്ടും AV ഫിസ്റ്റുലയും ഗ്രാഫ്റ്റും ലോങ് ടേം ഹീമോഡയാലിസിസിന് ഉപയോഗിക്കുന്നതാണ്. വാസ്കുലർ അസസ് കാത്തീറ്റർ ഷോർട്ട് ടൈം ഡയാലിസിസിന് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം, പെരിറ്റോണിയൽ ഡയാലിസിസ് PD എന്ന് പറയുന്നത്. ഇന്ന് ഞാനിപ്പോ ആരെയും കൊണ്ട് വായിപ്പിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ ആ ഒരു അടുത്ത ഒരു ഏരിയ അങ്ങോട്ട് തീർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ, ക്ലിയർ അല്ലേ? ഒരുപാട് നമുക്ക് സ്പീഡിലും പോകാനോ ഒത്തിരി കൂടുതൽ എടുക്കാനും പറ്റില്ല. ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കി തന്നെ വെക്കണം. അതുകൊണ്ട് ഞാൻ വായിപ്പിച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ട് വായിച്ചില്ല. ഇപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയത് തുടങ്ങാന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നല്ലെങ്കിൽ അത് തീരൂല. നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാൻ നിർത്തിയ ആ ഒരു പോർഷൻ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഫസ്റ്റത്തെ നമ്മൾ ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്താ ആരും ഒന്നും മിണ്ടാത്തെ? എല്ലാവരും ഇല്ലേ? ആ, നിങ്ങളിവിടെ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കണെങ്കിൽ നിങ്ങൾ ആ വഴി പോയോന്ന് അറിയണ്ടേ, അതെ ഞാൻ ചോദിച്ചതാ. പഠിക്കണില്ലേ എല്ലാവരും? നോ മാങ്ങോ, പഠിക്കല്ലേ? ചെയ്യുന്നുണ്ട്, റീഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ആരൊക്കെ പഠിക്കുന്നില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. ഇവിടെ ഉണ്ട്, രസ്മാം എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. പഠിക്കുന്നുണ്ട്. പോയിട്ടില്ലാന്നാ പറഞ്ഞേ? ഓക്കെ, ഞാനോട് പഠിക്കണില്ല എന്നാണെന്ന്. ഓക്കെ, പഠിച്ചോളാം കേട്ടാ. കുറച്ചൊക്കെ പഠിച്ച് പോക്കോ. പിന്നെ റീസാൻസ് അല്ലേ നിങ്ങക്ക്? ഓക്കെ, ഉറക്കം വരുന്നുണ്ടെന്നോ? പ്രംസിക്കാണോ?